കേരളത്തിൽ വലിയ വിജയം നേടി 10 ദിവസത്തിന് ശേഷമാണ് കോൺഗ്രസിന് തങ്ങളുടെ നേതാവിനെ തീരുമാനിക്കാൻ കഴിഞ്ഞത്. അതിൻ്റെ അർത്ഥം ആരായിരിക്കണം മുഖ്യമന്ത്രി എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ അഭംഗുരമായി നീണ്ടുപോയി എന്നുള്ളതാണ്. വലിയ വിവാദങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായിരുന്നു ഈ വിവാദങ്ങൾക്ക് പിറകിലുള്ള ശക്തി? 3 പേർക്ക് മുഖ്യമന്ത്രിയാകണം. ഒന്ന് വി.ഡി. സതീശന്, രണ്ടാമത്തേത് രമേശ് ചെന്നിത്തലയ്ക്ക്, മൂന്നാമത്തേത് സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്. ഇവിടെ വിഷയമുദിക്കുന്നത് കോൺഗ്രസ് അതിൻ്റെ നിയതമായ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ആദ്യം തന്നെ ചെയ്തത്. നിയമസഭാ കക്ഷി നേതാക്കളോട് ചോദിക്കുന്നു, റിപ്പീറ്റ്, MLA-മാരുടെ അഭിപ്രായം തേടുന്നു. 63 MLA-മാരിൽ ഏതാണ്ട് 42 പേരും KC വേണുഗോപാലിനെ അനുകൂലിച്ചത്. പിന്നെ കോൺഗ്രസ് നേതാക്കളുടെ അഭിപ്രായം തേടുന്നു. അങ്ങനെ മല്ലികാർജ്ജുൻ ഖാർഗെ, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി ഇവരൊക്കെയാണ് ഡൽഹിയിൽ തമ്പടിച്ച് പ്രധാനപ്പെട്ട നേതാക്കളെ, KPCC മുൻ പ്രസിഡന്റുമാരെയും ഒക്കെയുള്ള അങ്ങനെയുള്ള പ്രമുഖരായ ആളുകളുടെയൊക്കെ അഭിപ്രായം ആരായിരുന്നു. ഈ അഭിപ്രായങ്ങൾ പ്രകടനങ്ങളിലൊക്കെ തന്നെ മുൻതൂക്കം ലഭിച്ചത് KC വേണുഗോപാലിനാണ്. പിന്നെ എന്തുകൊണ്ടാണ് KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കാതെ വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കിയത്? ഇത് വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കണം എന്ന് കേരളത്തിലെ മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടത് കൊണ്ടാണ്. അപ്പോൾ ഇതുവരെ കോൺഗ്രസ്സുകാർ പറഞ്ഞത് തീരുമാനം ഹൈക്കമാൻഡ് എടുക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു ഹൈക്കമാൻഡിന് 10 ദിവസമായിട്ടും തീരുമാനമെടുക്കാൻ കഴിയാതെ ഏറ്റവും ഒടുവിൽ 10ാമത്തെ ദിവസം ഹൈക്കമാൻഡ് വി.ഡി. സതീശൻ്റെ പേര് പറയുന്നത് തന്നെ മുസ്ലിം ലീഗിനെ ഭയന്നാണ് എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ ഇതാണ് കേരളത്തിലെ കോൺഗ്രസ്സിന് അല്ലെങ്കിൽ ഇന്ത്യയിലെ കോൺഗ്രസ് സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ അപജയം. കാരണം അവർ മുസ്ലിം ലീഗിൻ്റെ താളത്തിനനുസരിച്ച് തുള്ളുന്നു എന്നുള്ളതാണ്. ഈ മന്ത്രിസഭയിൽ അല്ലെങ്കിൽ ഈ ഒരു നിയമസഭയിൽ കോൺഗ്രസ്സിന് വ്യക്തമായ ഭൂരിപക്ഷമുണ്ട്, UDFന് വ്യക്തമായ ഭൂരിപക്ഷമുണ്ട്, കോൺഗ്രസ്സിന് 63 സീറ്റുണ്ട്. ഏതാനും ഘടകകക്ഷികൾ കൂടി ചേർന്നാൽ ഇനി അഥവാ മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ പോലും ഭരിക്കാൻ കഴിയുമായിരുന്ന അവസ്ഥയായിരുന്നു. അപ്പം അങ്ങനെ മുസ്ലിം ലീഗിനെ ഒഴിവാക്കി ഭരിക്കണമെന്ന് ആരും പറയുന്നില്ല. പക്ഷേ എന്തുകൊണ്ട് കോൺഗ്രസിനെ നിയമസഭാ കക്ഷി നേതാവിനെ തീരുമാനിക്കുന്ന കാര്യത്തിൽ മുസ്ലിം ലീഗ് നിർബന്ധം പിടിക്കുന്നു? മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ നേരിട്ട് സോണിയാഗാന്ധിയുമായും പ്രിയങ്ക ഗാന്ധിയുമായിട്ടൊക്കെ അവർ കമ്മ്യൂണിക്കേഷൻ നടത്തിയിരുന്നു, രാഹുൽ ഗാന്ധിയുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തിയിരുന്നു. അതുപോലെ തന്നെ പരസ്യമായിട്ട് അവർ നേരിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതിന് പുറമെ പരസ്യമായിട്ട് അവർ അഭിപ്രായ പ്രകടനം നടത്തുകയും ചെയ്തിരുന്നു. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളൊക്കെ ഇങ്ങനെ വി.ഡി. സതീശൻ വരണം എന്ന് ഭംഗ്യന്തരേണ പറഞ്ഞ ആളുകളിൽ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്. അതുപോലെ തന്നെയാണ് കേരളം അങ്ങോളം ഇങ്ങോളം വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രകടനങ്ങളൊക്കെ നടത്തിയത്. ഈ പ്രകടനങ്ങൾ നടത്തിയതിൻ്റെ പിറകിലൊക്കെ തന്നെ ലീഗുകാരായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. ചിലപ്പോൾ 1-2 കോൺഗ്രസ്സുകാരൊക്കെ കാണുമായിരിക്കും. പല സ്ഥലത്തും വി.ഡി. സതീശന് വേണ്ടി ഫ്ലക്സ് ബോർഡുകൾ വെച്ചു, എതിരാളികളായ ആളുകളുടെ ഫ്ലക്സ് ബോർഡുകളൊക്കെ മാറ്റി, അങ്ങനെ മാധ്യമങ്ങളെയും അവർ കയ്യിലെടുത്തു. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു MLA ബെന്നി ബെഹനാൻ, കോൺഗ്രസിൻ്റെ പ്രമുഖനായ ഒരു നേതാവ് ബെന്നി ബെഹനാൻ, അദ്ദേഹം MP ആയിരുന്നു. അദ്ദേഹത്തോട് എന്താണ് കാണിച്ചത്? അദ്ദേഹത്തോട് കോൺഗ്രസ്സുകാർ കുറേ ആളുകൾ സംസാരിക്കുന്നു. അപ്പോൾ അദ്ദേഹം അവരോട് കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നു. പക്ഷേ ഇത് ബെന്നി ബെഹനാനെ കോൺഗ്രസ്സുകാർ വരച്ച വരയിൽ നിർത്തിയതാണ്, മാപ്പ് പറയിച്ചതാണ് തുടങ്ങിയ രീതിയിലുള്ള പ്രചരണങ്ങളാണ് കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ തന്നെ നടത്തിയത്. അപ്പോൾ ഇത് വളരെ വിദഗ്ധമായിട്ട് മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു ഭാഗത്ത് നടത്തുന്നു, മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തുനിന്ന് നടത്തുന്നു, ജമായത്തെ ഇസ്ലാമിയെ പോലുള്ള സംഘടനകൾ, അതായത് നമ്മുടെ ഭരണഘടനയ്ക്കുള്ളിൽ നിന്ന് പ്രവർത്തിക്കാത്ത, ഉമ്മത്തിനെക്കുറിച്ച് പറയുന്ന അല്ലെങ്കിൽ ആഗോള മുസ്ലിം പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കുറിച്ച് പറയുന്ന ജമായത്തെ ഇസ്ലാമിയെ പോലുള്ള ആളുകൾ, അവർ മതരാഷ്ട്രവാദികളാണ്, അവർക്കൊരിക്കലും നമ്മുടെ ഭരണഘടനയ്ക്കുള്ളിൽ നിന്ന് പ്രവർത്തിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള ആളുകളൊക്കെ തന്നെ എന്തു പറയുകയാണ്? അവരൊക്കെ തന്നെ സതീശനാക്കണം, ഇല്ലെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കും എന്ന് പറയുകയാണ്. ഏറ്റവും ഒടുവിൽ എന്ത് സംഭവിച്ചു? വയനാട്ടിലൊക്കെ പോസ്റ്റർ വന്നു, ഇനി നിങ്ങളിങ്ങോട്ട് വരേണ്ട കാര്യമില്ല, വയനാട്ടിലേക്ക് വരേണ്ട കാര്യമില്ല എന്നാണ് പ്രിയങ്ക ഗാന്ധിക്കെതിരായിട്ടൊക്കെ പോസ്റ്റർ വന്നത്. അപ്പോൾ ഇങ്ങനെയൊരു കേരളത്തിൽ നിന്ന് വലിയൊരു പ്രതികരണം, മുസ്ലിം സമൂഹത്തിൻ്റെ പ്രതികരണം ഉണ്ടായ സമയത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വം വിരണ്ടുപോയി എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും അടുപ്പക്കാരനായിട്ടുള്ള KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കാൻ അവർക്ക് കഴിയാതിരുന്നത്. അപ്പം അതിൻ്റെ പിറകിൽ പ്രവർത്തിച്ചത് മുസ്ലിം ലീഗാണ്. അപ്പോൾ മുസ്ലിം ലീഗാണ് കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. കാരണം മുസ്ലിം ലീഗ് ഏറ്റവും അധികം അഴിമതി നടത്തുന്ന പാർട്ടിയാണ്, മതപരമായ വിവേചനം നടത്തുന്ന പാർട്ടിയാണ്. തങ്ങളുടെ ആളുകൾക്കൊക്കെ തന്നെ കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് അവരെപ്പോഴും ചെയ്യുന്നത്.
നമുക്കറിയാം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ആലപ്പുഴയിൽ വലിയൊരു പ്രകടനം നടന്നിരുന്നു SDPIയുടെ തീവ്രവാദ സംഘടനയുടെ. അതിനെ തുടർന്ന് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ആ ഭീകരവാദ സംഘടനയെ നിരോധിക്കുകയും ചെയ്തു. അവർ വിളിച്ച മുദ്രാവാക്യം എന്താണ്? അവലും മലരും കരുതിക്കോ. അപ്പോൾ ഞങ്ങളെല്ലാവരെയും ശരിയാക്കാൻ പോവുകയാണ്. പരസ്യമായിട്ട് കൊലവിളി നടത്തിയ പ്രകടനമാണ് നടന്നത്. അതേപോലെ തന്നെ കുറച്ച് ദിവസം മുമ്പ് ലീഗിൻ്റെ പ്രമുഖനായ നേതാവ്, ഇപ്പോൾ അദ്ദേഹം MLA തിരഞ്ഞെടുക്കപ്പെട്ടു, KM ഷാജി, അദ്ദേഹം പറഞ്ഞതെന്താണ്? മതമാണ് പ്രശ്നം, ഞങ്ങൾക്ക് മതത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് മതത്തിൻ്റെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞ ആളുകളാണ്. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന സമയത്ത് അതൊരു മതേതര പാർട്ടിയാണെന്നാണ് അവർ പറയുന്നത്. പക്ഷേ അവരുടെ പേര് തന്നെ മുസ്ലിം ലീഗ് എന്നാണ്. അവരുടെ യുവജന വിഭാഗത്തിൻ്റെ പേര് മുസ്ലിം യൂത്ത് ലീഗ് എന്നാണ്. അവരുടെ വിദ്യാർത്ഥി സംഘടനയുടെ പേര് മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷൻ എന്നാണ്. അങ്ങനെ മുസ്ലിം എന്ന് പറയുന്ന സംഘടന മതേതര സംഘടനയായിട്ട് കോൺഗ്രസ്സുകാർ ചിത്രീകരിക്കുന്നു. അപ്പം അങ്ങനെയുള്ള കോൺഗ്രസിൻ്റെ ഈ നടപടികളിലൂടെയാണ് മുസ്ലിം ലീഗ് വളരുന്നത്, അവർക്ക് ഭരണാധികാരത്തിൽ സ്വാധീനമുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. അവരെന്താണ് ചെയ്തത്? മലപ്പുറം ജില്ലയിലെ 16 സീറ്റിൽ, ആ 16 സീറ്റിൽ ഹിന്ദുക്കളായ സ്ഥാനാർത്ഥികളെ അവർ നിർത്താൻ തയ്യാറായില്ല. അപ്പോൾ മുസ്ലിങ്ങൾ 70% സ്ഥലത്ത് ഹിന്ദുക്കളെ സ്ഥാനാർത്ഥിയാക്കില്ല. ആകെ ഒരു സ്ഥാനാർത്ഥി സംവരണ മണ്ഡലത്തിൽ മാത്രം. ഇതേ നിലപാട് തന്നെയാണ് CPM സ്വീകരിച്ചത്. അവരും തോറ്റമ്പിയെങ്കിലും അവരും മുസ്ലിം പ്രീണനം നടത്തുകയായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ ഇതാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു വിഷയം. അതുകൊണ്ട് ഈ ഒരു തിരിച്ചടി, ഇത് വി ഡി സതീശൻ മുഖ്യമന്ത്രിയായത് KC വേണുഗോപാലിനുള്ള തിരിച്ചടിയല്ല, മറിച്ച് ഈ വിജയം എന്ന് പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ വിജയമാണ്. തങ്ങളാണ് കേരളം ഭരിക്കുന്നത് എന്ന് അവരത് പ്രകടനത്തിലൂടെ അത് പ്രഖ്യാപിക്കുകയും ചെയ്തു. തൊടുപുഴയിൽ അവർ പ്രകടനം നടത്തി പറഞ്ഞു, തങ്ങളാണ് കേരളം ഭരിക്കാൻ പോകുന്നത്, തങ്ങളല്ലാതെ ആർക്കും നടക്കാൻ പറ്റില്ല. അവർ സുകുമാരൻ നായരെ പരസ്യമായിട്ട് ചീത്ത വിളിച്ചു, നായന്മാരെ ചീത്ത വിളിച്ചു, വെള്ളാപ്പള്ളി നടേശനെ ചീത്ത വിളിച്ചു. അപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമോ? അപ്പോൾ ഇതാണ് നാളെ കേരളം ഒരു ബംഗ്ലാദേശോ പാകിസ്ഥാനോ ആക്കി മാറ്റാനുള്ള, അല്ലെങ്കിൽ കേരളം ഒരു കാശ്മീരാക്കി മാറ്റാനുള്ള ഗൂഢാലോചനയാണ് നടക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് ഇപ്പോൾ വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്തതിലൂടെ തങ്ങളുടെ ആഘോഷങ്ങൾ മുസ്ലിം ലീഗ് നടത്തുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.